ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ച് കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. അപ്പൊ എത്ര താമര ചക്കയ്ക്കകത്തുണ്ട്. ഓഹോ ചേച്ചി, ചേച്ചിയുടെ ഒക്കെ ഒരു ബുദ്ധി. ചേച്ചി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് അടിക്കണം കേട്ടോ. ഇത് കേരളത്തിൽ വന്ന് അടിക്കല്ലേ. ചക്ക വേറെ താമര വേറെ. ഞങ്ങൾ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? താമര ചളിക്കുണ്ടിലുണ്ടാവുന്നു, ചക്ക ഒരു മരത്തിന്റെ മുകളിൽ ഉണ്ടാവുന്നു. ചില സമയത്ത് ചക്ക വീണ് മുയലൊക്കെ ചാവാറുണ്ട്. ചില ചക്ക വീണ് തലയിൽ തൊപ്പി പോലെ കിടക്കാറുണ്ട്. അതാണ് പഴം ചക്ക. എന്റെ ചാച്ചി വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. തോക്കൊന്നും ഉറപ്പുണ്ടായിട്ടും ചേച്ചിയുടെ ആ കോൺഫിഡന്റ് ഉണ്ടല്ലോ. ചക്ക പൊളിച്ചു നോക്കിയാ കൊറേ താമരയാണെന്ന്. കൊള്ളാം ചേച്ചി, കൊള്ളാം. ആ മാരാർ ചേട്ടൻ എന്തോ പറയാനുണ്ട്. മാരാറിന് കൊട്ടി 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 നമ്മളൊരു വിധായി. എന്തായാലും അവിയൽ മാരാരെന്തോ പറയുന്നു. നമ്മൾ ചെയ്യുന്ന സഹായം ഒരു മനുഷ്യനറിയാതെ ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് കരുതി അത് അല്പത്തരമാണ്. ഞാനിപ്പം ഈ ഓണത്തിന് എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ നാട്ടിൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളുള്ള എല്ലാവരുടെയും വീട്ടിൽ പറയുക പോലും ചെയ്യാതെ ഞാൻ അവിടെ ചെന്ന് എന്നാൽ കഴിയാവുന്ന സഹായം ചെയ്തിട്ടാണ് ഞാൻ വന്നത്. എന്താടാ നിന്റെ കുഴപ്പം? ഒരു സഹായം ചെയ്യുമ്പോ അത് ആരും അറിയരുത് അല്ലെ? അത് പറഞ്ഞു ഉടനെ തന്നെ ഞാൻ സെൽഫ് PR, ഞാൻ അവിയൽ മാരാർ, ഞാൻ ഇപ്പൊ തന്നെ ഓണത്തിന് പാവപ്പെട്ട ആളുള്ള വീട്ടിലൊക്കെ പോയിട്ട് ആരും അറിയാതെ അങ്ങോട്ട് കയറി ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വന്നു എന്നാ പറയും. എടോ, നമ്മൾ കൊടുക്കുന്നത് അറിയിക്കാൻ താല്പര്യമില്ലെങ്കിൽ അറിയിക്കണ്ട. അത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഒന്ന് പൊട്ടത്തരം വിളിച്ചു പറയില്ലടേ. ഇതൊന്നല്ല, ഇനിയുണ്ട്. നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്ക് കുറേ കൈയടിയൊക്കെ ലഭിച്ചേക്കാം. എങ്ങനെയാണെന്നറിയാമോ ഞാൻ ചെയ്യേണ്ട പണി? ഞാനൊരു വീഡിയോഗ്രാഫറെയും കൊണ്ട് എൻ്റെ കൂടെ വരുത്തണം. അകത്ത് തളർന്നു കിടക്കുന്ന ആണെ കണ്ടിട്ട് വെച്ചോ. ഇങ്ങനൊക്കെ ഇരുന്ന് കോണാപ്പിൽ അഭിനയിച്ച് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനുണ്ട് കേട്ടോ. പൊട്ടേച്ചി എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് അതൊക്കെ ആ വീഡിയോ ഒക്കെ എടുക്കാതെ മാറിയിക്കടാ. അന്ന് ഇന്റർവ്യൂ കണ്ട സമയത്തെ സ്വാഭാവികമായിട്ടും അയാൾ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കാലം തെളിയിച്ചു ഇവൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങളും അവിയൽ പരിവൊക്കെ സ്വന്തം PR വർക്കിന് വേണ്ടി ചെയ്യണമെന്നുള്ളത്. ഓണത്തിന്റെ ഇടയിൽ ഞാൻ പൈസ കൊടുത്ത് വന്നതാ. പക്ഷെ പൈസ കൊടുക്കുന്ന ആരും അറിയാൻ പാടില്ല. പക്ഷെ ഇതെന്തുണ്ടേടാ? എന്നെ ചിരിപ്പിച്ച ഒരു കലാകാരന് വയ്യാത്ത ഒരവസ്ഥ കാണുന്നു. ഞാൻ ആ സ്പോട്ടിൽ അദ്ദേഹത്തിന് ഒരു 10,000 രൂപ അയച്ചു കൊടുത്തിട്ട് ഞാൻ വന്ന നമ്പർ എൻ്റെ ഉണ്ടായിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ഉല്ലാസേട്ടാ, ഇതേപോലെ ഒരു ചെറിയ സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇത് മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ കൊട്ടാരക്കര നാട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു. എന്ത് ഊളയാടാ നീ, എന്ത് ഊളയാ നീ? തുടക്കത്തിൽ എന്നെ പറഞ്ഞത് നമ്മൾ സഹായിക്കുന്ന ആരെ അറിയിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ടാണ് ഇപ്പോ നീ ആളുടെ പേരടക്കം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതേപോലെ മറ്റൊരു ഇന്റർവ്യൂവിലാണ് നീ പറഞ്ഞത് ഓണത്തിന് പാവപ്പെട്ട വീട്ടിലൊക്കെ ഞാൻ പോയി കൊടുക്കും. സ്വന്തം PR വർക്ക് അവിയൽ മാരാര്. ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി കേട്ടോ. നിലപാടില്ലാത്ത ഇവനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ജയിക്കൂല, അത് വേറെ കാര്യം. എന്നാലും പറയാ കുറെ വോട്ട് അവന് കിട്ടുമല്ലോ അല്ലെ? ഇവന്റെ ഈ നാക്കുണ്ടല്ലേ, നാക്ക് വെച്ചുകൊണ്ട് തന്നെ ഈ വോട്ട് ചെയ്ത ആളുകൾക്ക് പോലും തിരിച്ചു പോകാൻ പണി തരും. ഞാൻ അങ്ങനെന്നല്ല പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു നാളെ പറയും. ഫിഷാരടി പറഞ്ഞ പോലെ 2 കൊല്ലം കാത്തിരുന്നു അവൻ നിലപാട് മാറ്റും. ചിലപ്പോ ഇന്ന് എന്നെ താഴ്ത്തി കെട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ അവൻ പൊക്കി പറയുന്ന പറയുന്നത്. അമ്മാതിരി നിലപാടിന്റെ അങ്ങേയറ്റാണ് ഇവൻ, അങ്ങേയറ്റം. ഇനി അവിയൽ മാരാറിന്റെ ഒരു ആഗ്രഹമുണ്ട്, ഒരു ഇഷ്ടതാല്പര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? BJP ഭരിക്കുന്ന നോർത്ത് ഇന്ത്യയെ പോലെ ആവണം കേരളം എന്നുള്ളത്. എന്താണ് നോർത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്നൊന്ന് കാണിച്ചു തരാം. അവിയൽ മാരാരെ ഒന്ന് കാണ്. വന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള വിശ്വാസത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അല്ലേ? അതായത് ഒഴുക്കിക്കളയേണ്ട സാധനം കുടിക്കുകയും കുടിക്കേണ്ട സാധനം ഒഴുക്കിക്കളയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗാ നദിയിൽ കൊണ്ടുവന്ന് പശുവിൻ്റെ പാല് ഒഴുക്കിക്കളയുകയാണ്. എന്നാൽ ഈ പശുവിൻ്റെ മൂത്രമാവട്ടെ കുടിക്കുകയും ചെയ്യുന്നു. ഏത് തരത്തിലുള്ള വിശ്വാസമാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ വേണ്ടി സാധിക്കില്ല. അതെ 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 പക്ഷെ ഇതൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇതൊക്കെ അവിയൽ മാരാറിനെ പോലെയുള്ള NDA സ്ഥാനാർത്ഥികൾക്ക് ഇതൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ളതാ. ഗോമൂത്രം കുടിക്കണത് നല്ലതാണ്, ചാണകം തേച്ച് മുഖത്താക്കി കഴിഞ്ഞാൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് വോട്ട് പിടിക്കുക. അതാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. നോർത്ത് ഇന്ത്യ മാതൃക ആക്കണം എന്നുള്ള ഒരു പറയുന്നത്. ഭാവിയിൽ കേരളം എന്താവും മനസ്സിലായില്ല. ഇവരെങ്ങാനും കയറി വന്ന എന്താവും അവസ്ഥ? ആ പാലൊക്കെ പാവപ്പെട്ട ഗുജറാത്തിലൊക്കെ ഇഷ്ടം പോലെ ചേരി പ്രദേശങ്ങളുണ്ട്, ഡൽഹിയിലുണ്ട് ഒരുപാട് ചേരി പ്രദേശങ്ങൾ, UP-യിലുണ്ട് ഒരുപാട്, ബീഹാറിലുണ്ട്. ആ പാവങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കല്ലേ വേണ്ടത്. പകരം എന്താ ചെയ്യുന്നത്? അത് പുഴയിൽ ഒഴിക്കുന്നു. കക്കൂസിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ കുഴിയിലോട്ട് പോകണ്ട, മൂത്രം എടുത്ത് കുടിക്കുന്നു. എന്താണ് അവരൊക്കെ പറയുക? ഇതൊന്നും അല്ലാതെ കുറച്ച് വീഡിയോസ് കാണിക്കാൻ കഴിയാത്തതുണ്ട്. അംഗനവാടിയിലുള്ളതും സ്കൂളിലുള്ള കുട്ടികൾക്കൊക്കെ കോഴിമുട്ട വിതരണം ചെയ്യും കേട്ടോ.
വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ കോഴിമുട്ട തിരിച്ചങ്ങ് വാങ്ങി വെക്കും. എന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്താ? കോഴിമുട്ടയും കൊടുക്കുന്നുണ്ട്, പാലും കൊടുക്കുന്നുണ്ട്, പയറും കഞ്ഞിയും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബിരിയാണിയും കൊടുക്കുന്നുണ്ട് അംഗനവാടിയിലൊക്കെ. ഇപ്പോ അതാണ് കേരളവും ഈ നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. ഇതൊന്നും ഈ പൊട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവന് അധികാരം മതി, സ്വന്തമായി PR വർക്ക് ചെയ്ത് അവന്റെ കാര്യം നോക്കണം, അവൻ രക്ഷപ്പെടണം, വേറൊരു ചിന്തയില്ല. ഇവൻ തോറ്റു വരും കേട്ടോ. ഇവരെ തോറ്റു വന്നു കഴിഞ്ഞാൽ ഒരു പുഴുവിന്റെ വില പോലും ഇവന് കൊടുക്കൂല ആരും. കണ്ടോ? മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം, വികസിത കേരളം കൂടിയാണ്. എന്റെ പൊന്നു ചേച്ചി, പ്രായം കുറഞ്ഞ ഈ ഒരു ചാച്ചിക്ക് പറഞ്ഞു കൊടുത്തതൊന്നും പോരാ തോന്നുന്നു. വീണ്ടും കേറി വരിക. എന്റെ പൊന്നു ചേച്ചി, മോദിജി സ്വപ്നം കണ്ട ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വികസനം, ആ വികസനം ആദ്യം ഗുജറാത്തിലേക്കൊന്ന് ചെയ്യാൻ പറയും. ഗുജറാത്തിന്റെ അവസ്ഥ ഒന്ന് കണ്ടോ? മുഷിഞ്ഞ വസ്ത്രം ധരിച്ച 3 നേരം നല്ല ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത എല്ലുന്തിയ മനുഷ്യരെയാണ് 13 വർഷം മുഖ്യമന്ത്രിയായും 10 വർഷത്തോളം പ്രധാനമന്ത്രിയായും നീണ്ട 23 വർഷം മോദി ഭരിച്ചു സിംഗപ്പൂരാക്കിയ ഗുജറാത്തിലെ പ്രധാന നഗരത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. നഗരങ്ങളിലെ അവസ്ഥ ഇതാണെങ്കിൽ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്തായിരിക്കും ഗുജറാത്തിന്റെ അവസ്ഥയെന്നത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. കേരളത്തിൽ BJP വരണം, മോദി മാജിക് വരണം, ഗുജറാത്ത് മോഡൽ സിംഗപ്പൂർ വരണം എന്നൊക്കെ പറയുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കണം. പിന്നെ അല്ല, എല്ലാവർക്കും എത്തിക്കും. പിന്നെന്താ സംശയം? കേരളം അതിമനോഹരം അതിസുന്ദരവുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിനെ അപമാനിക്കാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല. നേരെ തിരിച്ച് കേരളത്തിനേക്കാൾ മുകളിലാണ് ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് കുരുപൊട്ടും, അല്ലേ? സത്യമായിട്ട് പറയാം. അവിടുത്തെ റോഡുകൾ അടിപൊളി റോഡുകൾ ഉണ്ട്, ഹൈവേ റോഡുകൾ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പകരം കേരളത്തിലോട്ടൊന്ന് വാ. കേരളത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുത്ത BJP ആണെന്ന് പറയുന്ന ഈ സംഗിണിയൊക്കെ എന്ത് പറയാനാ? ഇവരൊക്കെ എന്നാ പൊട്ടിമുളച്ച് വന്നേ? ഇവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിയും വിവരവും വിവേകവും ഒക്കെ ഉണ്ട് എന്നുള്ള ബോധം ഈ സംഘി ചേച്ചികൾക്കൊക്കെ വേണം കേട്ടോ. ഈ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത്. റേഷൻ കടയിലെ റേഷൻ അരി മുഴുവനായിട്ടും കൊടുക്കുന്നത് കേന്ദ്രമാണ് എന്നുള്ള പൊട്ടത്തരം വിളിച്ച് പറയുക. കൃത്യമായിട്ട് അരി വിതരണം ചെയ്യുന്ന റേഷൻ കടകളിലേക്കുള്ള കമ്മീഷനും അത് കയറ്റാനും ഇറക്കാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ കേരള സർക്കാർ കൊടുക്കുന്നതാണ്. ഇവിടെയുള്ള പാലങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇവിടെയുള്ള റോഡുകൾ കാണുന്നുണ്ടെങ്കിലും കേരളം കണ്ണും കെട്ടി നോക്കി നിൽക്കുകയെന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളം ഇനി UDF ആണെങ്കിലും LDF ആണ് ഭരിക്കുന്നതെങ്കിലും കൃത്യമായിട്ട് കേരളത്തിന്റെ പങ്ക് അത് കൃത്യമായി അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ആരാടാ തരിക? കുറച്ച് ബോധം വിവരമൊക്കെ വേണ്ടേ? ചേച്ചി ഗുജറാത്ത് കണ്ടില്ലേ? കാണണം കേട്ടോ. ഒരു തവണ, ഒറ്റ തവണ നിങ്ങൾ ഒരു മാറ്റത്തിന് വോട്ട് ചെയ്യണം. കാരണം മാറ്റം കൊണ്ട് മാത്രമേ നമ്മുടെ നാടിന് എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ. അത് ശരിയാ. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന 100-150 കോടി നികുതി പണത്തിന് 40% നമുക്ക് തിരിച്ചു തന്നിട്ട് 110-120% ബീഹാറിന് കൊടുക്കുന്നത് നാറ്റം കൊണ്ടാ. അവർക്ക് ഭയങ്കര നാറ്റാ. അതായത് റെയിൽവേ ഭയങ്കര ബുദ്ധിമുട്ടായി, അതിലൊന്നും കയറാൻ പറ്റാത്ത രീതിയിലാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വഴിയിലൂടെയും പോകാറ്റില്ല, തീട്ട മാറിയിട്ട് നിൽക്കൂല, തൂർണ ഫുള്ള് തീട്ടപ്പറമ്പ്, കക്കൂസില്ല. അതാണ് നാറ്റത്തിന് കൊടുക്കണം. നല്ലതാ ചേട്ടാ, നല്ലതാ. പക്ഷെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത്? കേരളത്തിൽ നിങ്ങൾക്ക് സീറ്റ് തന്ന എന്താവും അവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിയാം. അത് തീർച്ചയായിട്ടും ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു തർക്കവും വേണ്ട. ഇതൊന്ന് കണ്ടു നോക്കി. എല്ലായിടത്തും മനം മടുപ്പിക്കുന്ന ദുർഗന്ധം, എവിടെ നോക്കിയാലും ചവറുകൂനകളും ചപ്പുചവറുകളും. പോരാത്തതിന് ആളുകൾ മുറുക്കി തുപ്പി വൃത്തിഹീനമാക്കിയത് വേറെ. മാത്രമല്ല റോഡരികിൽ ഉടനീളം ഫുട്പാത്തിലായി കഴിഞ്ഞാലും മറ്റുള്ള സ്ഥലങ്ങളിലായി കഴിഞ്ഞാലും ആളുകൾ കിടന്നുറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, പെരുവഴിയിലാക്കി അല്ലെങ്കിൽ നടുറോഡിലേക്കാക്കി എന്നൊക്കെ പറഞ്ഞ പോലെ മോദിജി ഇവിടെയുള്ള ഗുജറാത്തിലുള്ള ജനങ്ങളെ മുഴുവൻ പെരുവഴിയിലാക്കി എന്നുള്ളതിന്റെ വേറൊരു ഉദാഹരണമാണ്. ഇവിടെയുള്ള പാവപ്പെട്ടവന്റെ കിടപ്പാടമില്ലാതാക്കിയാണ് മോദി കോർപ്പറേറ്റുകൾക്ക് ഹെക്ടർ കണക്കിന് ഭൂമി പതിച്ചു നൽകി ഗുജറാത്ത് മോഡൽ വികസനം നടത്തിയതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇന്നും അവിടെയുള്ള ചേരി പ്രദേശങ്ങളിലെ അവസ്ഥ അറിയോ? ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ചർച്ചുകൾക്ക് നേരെയും അതുപോലെ തന്നെ മുസ്ലിം പള്ളികൾക്ക് നേരെയും ഒക്കെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ബുൾഡോസർ രാജൊക്കെ നമ്മൾ കാണുന്നില്ലടോ. നമ്മുടെ നാട്ടിലുള്ള പ്രായമായ ആളുകളെ കയ്യിലാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ കയ്യിലാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് എങ്ങനെയെങ്കിലും നേടണം. അതിനു വേണ്ടിയിട്ട് സിനിമയിലുള്ള ആളുകളെയും ബിഗ് ബോസിലൊക്കെ മത്സരിച്ച കുറെ മണകണാഞ്ചന്മാരൊക്കെ വിളിച്ചു കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അങ്ങ് കിട്ടുമെന്നുള്ള ധാരണയിലാണ്. പക്ഷെ ഒന്നോർക്കണം, ഇത്രമാത്രം പെൻഷൻ കിട്ടുന്ന മറ്റൊരു സംസ്ഥാനമില്ല, ഇത്രമാത്രം സമാധാനമുള്ള മറ്റൊരു സംസ്ഥാനമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? BJP ഇവിടെ ഇല്ലാത്തതുകൊണ്ടാ. BJP ഇവിടെ ഇല്ലാഞ്ഞിട്ട് പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ? വർഗീയത ഇഷ്ടം പോലെ പറയുന്നുണ്ട് ഇല്ലേ? ഒരുപാട് നേതാക്കന്മാർ ഓരോ ഊളത്തരങ്ങൾ പറയുന്നില്ലേ? ഗോപാലകൃഷ്ണന്റെ ഒക്കെ കഥ അറിയില്ലേ? PC ജോർജിന്റെ ഒക്കെ കഥ അറിയില്ലേ? ഇനിയുണ്ട്. ഒരാൾ വയ്യാതിരിക്കുന്നു, പ്രായമായിട്ട് തോന്നുന്നു നമ്മുടെ ശശികല. ഉണ്ടാതിരിക്കണ നോക്കണ്ട.
കുറെ എണ്ണുണ്ട്. ഒരുപാട് നുണകൾ പറഞ്ഞ ആളുകളാണ്. ഗ്യാസിന് 60 രൂപ എങ്ങാനും കൂടിയെന്ന് പറഞ്ഞിട്ട് റോട്ടിൽ ഗ്യാസും കുറ്റി തലയിൽ വെച്ച് നടന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ എവിടെ? പെട്രോളിന് വില കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ₹1.50 അന്ന് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിലൂടെ കാളവണ്ടി ഓടിച്ചവരെ എവിടെ? 63 രൂപ ഉണ്ടായിരുന്ന പെട്രോൾ ഇന്ന് 110 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. ചില പ്രൈവറ്റ് കമ്പനികൾ അത് 5 രൂപ വീണ്ടും കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് അത് BJP തന്നെയാണ്, അല്ല നമ്മുടെ സർക്കാരല്ല. നമ്മുടെ സർക്കാർ നമ്മളെ ചേർത്ത് വെച്ചിട്ടുള്ളൂ, ഒരു തർക്കം കാര്യത്തിൽ വേണ്ട. ഞാൻ ഇപ്പോഴും ഉറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, വോട്ട് ചെയ്യുന്നെങ്കിൽ ഫാസിസ്റ്റിന് എതിരായിട്ട് ചെയ്യണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറപ്പുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാന്നുള്ളതാണ്. ഇവരൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി നമ്മുടെ രേണുസുധിയുടെ പാവാടത്തുമ്പ് അവൻ വന്നിട്ടുണ്ട്, ഒന്ന് കേൾക്കാം. അതുപോലെ തന്നെ എടുത്തു പറയുന്നത് നമ്മുടെ വികസിത കേരളം എന്ന് ഉന്നയിച്ചുകൊണ്ട് BJPയിൽ അണിനിരുന്ന ഒട്ടനവധി സ്ഥാനാർത്ഥികൾ തന്നെ വിജയ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിന്റെ കുതിപ്പിന് കരുത്തു പകരാനായിട്ട് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമാനതകളില്ലാത്ത വികസിത കാഴ്ചപ്പാടും എല്ലാം തന്നെ BJPയെ കേരളത്തിൽ വളർത്താൻ ഒരുപാട് തവണ കരുത്ത് പകർന്നിട്ടുണ്ട്. ഇതുപോലെ പൊന്തിണത് പൊക്ക്. നീ രണസുനയുടെ കൂടെ റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്ക്. പൊന്തുന്നത് പൊക്ക്. പൊട്ടത്തരം വിളിച്ചു പറയുന്നു. എഴുതി വെച്ചതാണെങ്കിൽ നോക്കി അങ്ങ് വായിക്കി. അത് കൃത്യമായിട്ട് പറയാൻ വയ്യ. എന്താടാ BJP ചെയ്തത്? എന്താണ് ഈ രാജീവ് ചന്ദ്രശേഖരോട് ചെയ്തത്? സ്വന്തം അമ്മോസനെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ വെച്ചിട്ട് രാഷ്ട്രീയ പാർട്ടിയിൽ കയറിയെന്ന് ഇവൻ എന്താ നമുക്ക് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. പൈസയും വാങ്ങിയിട്ട് ഊളത്തരം വിളിച്ചു പറയുന്നത്, പൊട്ടത്തരം വിളിച്ചു പറയാം. പൈസയും വാങ്ങിയിട്ടും പ്രൊമോഷൻ ഇരിക്കുക, അത് എഴുതി വായിക്കുക, കണ്ടോളെ. അതുപോലെ തന്നെ നമ്മുടെ BJPക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം അണിനിരന്നുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K സുരേന്ദ്രൻ, B മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, അതുപോലെ PK കൃഷ്ണദാസ്, R ശ്രീലേഖ, അനൂപ് ആന്റണി തുടങ്ങിയ ഒരുപാട് ആൾക്കാർ NDA പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മുടെ മുന്നിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എല്ലാ ആൾക്കാരും വളരെയധികം പിന്തുണയാണ് നമ്മുടെ ജനം ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും ഈ ഒരു ഇലക്ഷൻ അതിൻ്റെതായ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുക, നല്ലൊരു ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണോ ഇലക്ഷൻ എടുക്കേണ്ടത്? അല്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള കാര്യങ്ങൾക്ക് എടുക്കാനുള്ളത്. ഇത് സ്പോർട്സ് അല്ല നടക്കുന്നത്. നമ്മുടെ ഭാവി നിശ്ചയിക്കുന്ന ആളുകളെയാണ് നമ്മൾ ആ സീറ്റിൽ ഇരുത്തേണ്ടത്. നീ പൈസയും വാങ്ങി ഉളത്തരം വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എഴുതി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അങ്ങ് വായിച്ചുകൂടെ. കൊയ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? അപ്പൊ ഇങ്ങനെ കുറെ എണ്ണത്തിന് ചാക്കിലാക്കിയിട്ടുണ്ട്, പൈസയും കൊടുത്തിട്ട് കുറെ എണ്ണത്തിന് ചാക്കിലാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും കേരളം പിടിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഞാൻ കാര്യമായിട്ട് പറയാം. നോർത്ത് ഇന്ത്യയിലേക്ക് ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി, ഇവിടെയുള്ള മനുഷ്യന്മാർ മൊത്തം LDFന് UDF തന്നെ ഇവിടെ വോട്ട് ചെയ്യും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഇനി താമരക്കന്നെ വോട്ട് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം നിങ്ങൾ എന്താ ചെയ്യുന്നേ പറയാനുള്ളൂ. അപ്പൊ നമ്മളെന്നും ഉണ്ടാവും ഇവിടെ, സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പുതിയ വിഷയങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.